എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അങ്ങനെയെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഈ വീഡിയോയിൽ പലാസോ പാൻറ്റ് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 2.25 മീറ്റർ തുണിയാണ് പലാസോ പാൻറ്റ് തയ്ക്കാനായിട്ട് വേണ്ടി വരിക. ഞാനിവിടെ 2.25 മീറ്റർ തുണി 4ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ഏറ്റവും ആദ്യം മുകളിൽ 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഒരുപാട് മെഷർമെൻറ്റ്സും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഈ പാൻറ്റ് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ആദ്യം 1/2 ഇഞ്ച് മാർക്ക് ചെയ്തു, അതിന് താഴെ 1.5 ഇഞ്ച് കൂടെ മാർക്ക് ചെയ്യുക. ഞാൻ ഈ പാൻറ്റിന് വേസ്റ്റ് ബാൻഡ് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നില്ല. അതിന് പകരമായിട്ടാണ് 1.5 ഇഞ്ച് എക്സ്ട്രാ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. വേസ്റ്റ് ബാൻഡിനുള്ളിൽ ഇലാസ്റ്റിക് കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇലാസ്റ്റിക്കിൻ്റെ വീതി 1.5 ഇഞ്ചാണ്, അതുകൊണ്ടാണ് 1.5 ഇഞ്ച് ഞാൻ എക്സ്ട്രാ എടുത്തിട്ടുള്ളത്. എക്സ്ട്രാ ലാർജ് സൈസിലുള്ള പലാസോ പാൻറ്റിൻ്റെ മെഷർമെൻറ്റ്സ് ആണിത്. ഏറ്റവും മുകളിൽ 11.5 ഇഞ്ച് വീതി മാർക്ക് ചെയ്യുക. അതിനുശേഷം ക്രോച്ച് ലെങ്ത് മാർക്ക് ചെയ്യുക. വേസ്റ്റ് ബാൻഡിന് താഴ്ന്നു വേണം ഈ ലെങ്ത് മാർക്ക് ചെയ്യേണ്ടത്. 13 ഇഞ്ചാണ് ഞാനിവിടെ ക്രോച്ച് ലെങ്ത് എടുത്തിട്ടുള്ളത്. ഇനി ക്രോച്ച് ലെങ്ത്തിൻ്റെ അവിടുത്തെ വീതി മാർക്ക് ചെയ്യാം. ഏറ്റവും മുകളിൽ 11.5 ഇഞ്ചാണ് വീതി എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ 2.5 ഇഞ്ച് കൂടെ ആഡ് ചെയ്ത് വേണം ക്രോച്ച് ലെങ്ത്തിൻ്റെ അവിടുത്തെ വീതി മാർക്ക് ചെയ്യേണ്ടത്. മാർക്ക് ചെയ്ത് മെഷർമെൻറ്റ്സ് എല്ലാം കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് വരയ്ക്കുക. ഇനി ഫുൾ ലെങ്ത് മാർക്ക് ചെയ്യാം. വേസ്റ്റ് ബാൻഡിന് താഴ്ന്ന് വേണം ലെങ്ത് മെഷർ ചെയ്ത് തുടങ്ങേണ്ടത്. 40 ഇഞ്ചാണ് ഞാനിവിടെ ലെങ്ത് എടുത്തിട്ടുള്ളത്. ഏറ്റവും താഴത്തെ വീതി 16 ഇഞ്ച്. ഏറ്റവും താഴെ ഇതുപോലെ 16 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്ത് 1.5 ഇഞ്ച് മുകളിലോട്ട് കയറ്റി ഇതുപോലെ വളച്ച് വരയ്ക്കുക.
ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഏറ്റവും ആദ്യം താഴെ കാലിൻ്റെ ഭാഗം 1 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി തയ്ക്കുക. ഒരിഞ്ച് വീതിക്കല്ല തയ്ക്കേണ്ടത്. 1/2 ഇഞ്ച് വീതിക്ക് 2 പ്രാവശ്യം മടക്കി ഇതുപോലെ 1/2 ഇഞ്ച് 2 പ്രാവശ്യം മടക്കി ഇതുപോലെ ചുരുട്ടി തയ്ക്കുക. വളരെ എളുപ്പത്തിൽ 10 മിനിറ്റ് മതിയാകും ഈ പാൻറ് തയ്ച്ചെടുക്കാനായിട്ട്. പാൻറ്റിന് താഴെ തയ്ച്ചു കഴിഞ്ഞു. ഇനി ഇതുപോലെ രണ്ടായിട്ട് മടക്കി വെച്ച് 2 സൈഡും പാൻറ്റിൻ്റെ കാലിൻ്റെ 2 സൈഡും തയ്ച്ചെടുക്കുക. ഇനി ക്രോച്ച് ഏരിയ ജോയിൻ ചെയ്യാം. അതിനായിട്ട് ആദ്യം പാൻറ്റിൻ്റെ ഒരു കാല് മറിച്ചെടുക്കുക. ശേഷം അത് മറ്റേ കാലിനുള്ളിലേക്ക് കയറ്റി ക്രോച്ച് ഏരിയ കറക്റ്റായിട്ട് പിടിക്കുക. ഈ 2 തയ്യലും ഒരുപോലെ വരത്തക്ക രീതിയിൽ പിടിച്ചിട്ട് വേണം ക്രോച്ച് ഏരിയ ജോയിൻ ചെയ്യാൻ.
ഇനി ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്യാം. പാൻറ്റ് തയ്ക്കുന്ന ആളുടെ വേസ്റ്റ് മെഷർ ചെയ്തിട്ട് അതനുസരിച്ച് വേണം ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഞാനിവിടെ 16.5 ഇഞ്ചാണ് ഇലാസ്റ്റിക് എടുത്തിട്ടുള്ളത്. ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്യുമ്പോൾ ഈ കുഴിഞ്ഞു വരുന്ന ഭാഗം മേളിൽ വരത്തക്ക രീതിയിൽ വേണം ഇലാസ്റ്റിക് വെക്കേണ്ടത്. ഇലാസ്റ്റിക് തയ്ക്കുമ്പോൾ ഇതുപോലെ ചെറുതായൊന്ന് വലിച്ചു പിടിച്ചിട്ട് വേണം തയ്ക്കാൻ.